ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി കുറച്ച് വീഡിയോസ് ഇങ്ങനെ യു കെനെ പറ്റിയും ഞാൻ യു കെയിൽ വന്നതിനെ പറ്റിയൊക്കെ ഞാൻ കുറച്ചിങ്ങനെ ബ്രീഫായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് സജഷനായിട്ട് എനിക്ക് വന്നത് ഇങ്ങനെ എക്സ്പെൻസിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞാൽ അത് ഒന്നും കൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു വന്ന യു കെയിൽ ഞാൻ വന്നതിൻ്റെയും ഇപ്പം എൻ്റെ ഉള്ള എക്സ്പെൻസിനെ കുറിച്ചുമൊക്കെ ചെറുതായിട്ടൊന്ന് പറയാമെന്ന്. അപ്പം എൻ്റെ നേരത്തെ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ അകത്ത് എൻ്റെ എക്സ്പീരിയൻസിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സൗണ്ട് കുറച്ച് കുറവായിരുന്നു ആ വീഡിയോയുടെ അകത്തൊക്കെ. മാക്സിമം സൗണ്ട് വോളിയത്തിൽ വെച്ച് കേട്ട് നോക്കുക, എന്നാലേ വല്ലതും മനസ്സിലാവത്തുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ഈ മൈക്കൊക്കെ വാങ്ങിയത്. എനിവേ, അപ്പം ഞാൻ ഇവിടെ വന്ന ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചില സമയത്ത് മേളിലോട്ടൊക്കെ നോക്കിന്ന് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആലോചിച്ചാണല്ലോ പറയുന്നത്, കാരണം ഇത് കുറച്ച് നാളായല്ലോ. എനിവേ, അപ്പം ഞാനാണെങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേക്കും ക്യാസ് കിട്ടിക്കഴിഞ്ഞിട്ട് വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു എറൗണ്ട് 1 lakh സംതിങ് ആയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 10 lakhs ആയിരുന്നു നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ലിവിങ് എക്സ്പെൻസിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ നമ്മൾ 10 lakhs ഒന്നെങ്കിൽ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലോ അല്ലെങ്കിൽ നമ്മുടെ പേരൻറ്റിൻ്റെ അക്കൗണ്ടിലോ നമ്മൾ കാണിക്കണം. അത് നമുക്കിവിടെ വന്നതിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്യാവുന്നതാണ്. വന്നതിന് ശേഷം 2 മാസമോ അതോ വന്ന് കഴിഞ്ഞ് 2 ആഴ്ച ഏതാണ്ട് കഴിയുമ്പോഴത്തേക്കും നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മളിവിടെ എത്തുന്നത് വരെ സേഫായിട്ട് ഏറ്റവും സേഫർ ഓപ്ഷൻ എന്ന് പറയുന്നത് FD ആയിട്ട് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റേ നമ്മുടെ സേവിങ്ങിലാണെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ സെൻഡ് ചെയ്തോ എന്തോ നമ്മൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് എന്തോ ബാങ്ക് ബാലൻസിൽ കാണിക്കുകയോ മറ്റോ ചെയ്യണം. FD ആകുമ്പോൾ നോ വെറീസ്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റായിട്ട് 2-3 മാസത്തിന് മുന്നേ ഉള്ള FD അങ്ങനെ എന്തോ ആയിരിക്കണം. അതെന്താണെന്ന് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. അങ്ങനെ എന്തായാലും FD ആണ് സേഫർ ഓപ്ഷൻ. ഞാൻ FD ആയിരുന്നു ഇട്ടിരുന്നത്, ഡാഡിയുടെ പേരിലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ഫ്ലൈറ്റ് ചാർജ് ആയിരുന്നു. ഫ്ലൈറ്റ് ചാർജ് 44,000 ആയിരുന്നു വൺ വേ അന്നത്തെ സമയത്ത്. ഞാൻ വന്നത് March 27 അന്ന് എന്തായാലും 40,000 ആയിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ചാർജ് അത്രയായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോഴത്തേക്കും ഒരു 350 pounds കയ്യിൽ, 350 അല്ല 500 pounds ആണെന്ന് തോന്നുന്നു, കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു ഞാൻ വന്നത്. ക്യാഷായിട്ട് നാട്ടിൽ നിന്ന് എടുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന ഉടനെ തന്നെ ബാങ്ക് അക്കൗണ്ടായി. ഇവിടെ ഏറ്റവും സേഫ് അല്ല ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കിട്ടാവുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് മോൺസോ ആയിരുന്നു. അങ്ങനെ ഞാൻ മോൺസോയിൽ അക്കൗണ്ട് എടുത്തു. പിന്നെ ഞാൻ ഇവിടെ വന്ന് HSBC ലോയിഡ്സും എടുത്തു. യൂണിവേഴ്സിറ്റി നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നത് എന്തോ HSBC എടുക്കാൻ വേണ്ടിയിട്ട്, അതെ HSBC അല്ലേ, HSBC എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ യൂണിയിൽ പോയിട്ട് HSBCയിൽ അപ്ലൈ ചെയ്തു. അല്ലാണ്ട് ലോയിഡ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ലോയിഡ്സ് നല്ല സേഫർ ബാങ്കാന്ന് പറഞ്ഞുകൊണ്ട് ലോയിഡ്സിൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് മണി അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ബാങ്ക് അക്കൗണ്ട് എടുത്തു. അപ്പോൾ കയ്യിലുള്ള പൈസ നമ്മൾ ബാങ്ക് അക്കൗണ്ടിലോട്ടാക്കി. ഓൺലൈൻ ട്രാൻസ്ഫർ ആണ്. ഇവിടെ അങ്ങനെ ക്യാഷുമായിട്ട് നടക്കുന്ന പരിപാടി ഇല്ലല്ലോ, എല്ലാവരും തന്നെ ആപ്പിൾ പേ ആണ്. അങ്ങനെ പിന്നെയുള്ള എക്സ്പെൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പാർട്ട് ടൈം കിട്ടാനായിട്ട് നല്ല പാടായിരിക്കും ആദ്യം തന്നെ വരുന്നത്. ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ നമ്മൾ വരുന്ന പ്രോസസ്സിങ് നടക്കാനായിട്ടൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ, ആ സമയത്ത് നമ്മുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ, ഈ സ്റ്റാർബക്സ്, കോസ്റ്റ അങ്ങനെയുള്ള കടകളിൽ, നമ്മുടെ നാട്ടിലുള്ള ലുലുവിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കയറുന്നത് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കാരണം ഒന്നാമത്തെ കാര്യം, നമുക്ക് എന്താണ് കോഫി, എന്താണ് അല്ലെങ്കിൽ ടീ എന്താണ്, പല പല വേരിയൻറ്റുകൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലാവും. അതല്ലാതെ തന്നെ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് 1 വർഷമോ 2 വർഷമോ എല്ലാം ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാം. അങ്ങനെ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടി. നമുക്കിപ്പോൾ ഒരു ഇൻ്റർവ്യൂ നടത്തിയാലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് എന്തെങ്കിലും അറിയായിരിക്കാം. കാരണം ഞാനിവിടെ വന്നു, ഞാൻ കുറേ ഷോപ്പിലൊക്കെ അപ്ലൈ ചെയ്തു. അപ്പോഴത്തേക്കും ഈ ഇൻ്റർവ്യൂവിന് വിളിക്കാൻ നേരത്ത് ഞാനൊരു കോഫി പോലും കുടിക്കാത്ത ഞാനാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഇന്ന സ്ഥലങ്ങളിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് CV ഒക്കെ വെച്ച് ഞാൻ ചെന്ന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് ഒബ്വിയസ്ലി അവർക്ക് നമ്മളെ കാണുമ്പോഴും നമ്മുടെ രീതിയും നമ്മുടെ ഉത്തരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുമെന്ന് അവർക്ക് നമ്മൾ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, നമുക്ക് കിട്ടി. അവർ നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കളിയാക്കും, അങ്ങനെയൊന്നുമില്ല. നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു വിടും. നമ്മളോട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇന്ന ഡേറ്റൊക്കെയാണ്, ഇന്ന സമയമൊക്കെയാണ്, അവേഴ്സ് എത്രയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് കിട്ടിയെന്ന്. പക്ഷേ എന്തായാലും അത് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്തായാലും അവർക്കറിയാം നമുക്കതിനെക്കുറിച്ച് വലിയ നോളജൊന്നും ഇല്ലെന്ന്. അങ്ങനെ
അതുകൊണ്ട് നാട്ടിൽ വല്ല ജോയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒന്നാണെങ്കിൽ ഒന്ന്, രണ്ടാണെങ്കിൽ രണ്ട്, 2 മാസമോ 1 മാസമോ പോയി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താ, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കെയർ ഹോമിൽ വല്ലതും കിട്ടുമെന്ന് ഓർത്ത് ഞാൻ നാട്ടിൽ നിന്ന് കെയർ ഹോമിൽ പോയി ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടായിരുന്നു വന്നത്. ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കെയർ ഹോമിൻ്റെ. അതെനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇപ്പം ഞങ്ങൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആണല്ലോ. അപ്പോൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ തന്നെ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ട് കയറാൻ പറ്റും. അത് പക്ഷേ ഒരു 6 months ഒക്കെ കഴിഞ്ഞിട്ടാണ്. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് മറ്റേ ഇതൊക്കെയുണ്ട്, കുറച്ച് ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ലൈക്ക് BLS, ബേസിക് ലൈഫ് സപ്പോർട്ട്, മറ്റേ CPR അതൊക്കെ ഇല്ലേ, അത്, പിന്നെ മാനുവൽ ഹാൻഡ്ലിങ്, അതിൻ്റെയൊക്കെ നമുക്ക് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഈ 6 monthsലാണ് കഴിയുന്നത്. അത് കഴിഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് ബാങ്കിൽ ഈ ഹെൽത്ത് കെയർ അസിസ്റ്റൻസ് ആയിട്ട് കയറാൻ പറ്റും. അങ്ങനെ അതൊരു അത് ഞാൻ പറഞ്ഞ പോലെ ബാങ്ക് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിഷ്ടമുള്ള ദിവസം നമുക്ക് ഷിഫ്റ്റ് വരുന്നതനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് പോവാം. അപ്പം നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ റെൻറ്റും കാര്യങ്ങളും ചിലവും ഒക്കെ അതിൽ തീർന്നോളും. ട്യൂഷൻ ഫീസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊരു വലിയൊരു സ്ട്രെസ് റിലീഫാണ്. സോ അങ്ങനെയാണ് പാർട്ട് ടൈമിൻ്റെ കാര്യം. പിന്നെയുള്ള എക്സ്പെൻസ് എന്താ, ഫുഡിനൊക്കെ ആയിരിക്കും. ഫുഡിന് വന്ന സമയത്തൊക്കെ ഇവിടെ ലിഡിലാണ് ഇവിടെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ലിഡിലോട്ട് ഇനിയിപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു 30 minutes ഒക്കെ വോക്കുണ്ട്, 30, അരമണിക്കൂർ. അപ്പോഴത്തേക്കും അത് ഭയങ്കര പാടാണ്. അവിടുന്ന് കുറേ സാധനങ്ങൾ മേടിച്ചിട്ട് കയ്യിൽ തൂക്കി വരുന്നത്. പക്ഷെ വന്ന സമയത്ത് നമുക്ക് പാർട്ട് ടൈം ജോലിയൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ പോവുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ ഓൺലൈനിൽ ഓർഡർ ചെയ്യുവാണ്. സെയിൻസ്ബറി, ഊബർ ഈറ്റ്സിൽ നിന്ന് ഓർഡർ ചെയ്യും. നമ്മളിങ്ങനെ ബൾക്കായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങി ഇവിടെ നേരത്തെ വീട്ടിൽ വയ്ക്കലാണ് എൻ്റെ ജോലി. അപ്പോഴത്തേക്കും നമുക്ക് എന്താ, 1-2 ആഴ്ച കൂടുമ്പോഴായിരിക്കും നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ അപ്പം ഗ്രോസറി ഷോപ്പിങ്ങിനെല്ലാം കൂടെ ഒരു പെർ മന്ത് ഒരു 80 to 100 pounds ഒക്കെ ആവുമായിരിക്കും. കാരണം ഞാൻ ഓൺലൈനിലാണല്ലോ വാങ്ങുന്നത്. അങ്ങനെ ആവും. പിന്നെ ഞാൻ അങ്ങനെ ഒരു മന്ത്ലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഞാനൊരു റഫ് എമൗണ്ടാണ് പറയുന്നത്. ചിലപ്പോൾ ഇതിൽ കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഇതിൽ കുറവായിരിക്കാം. പിന്നെ നമ്മൾ ഈ ഷിഫ്റ്റൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴത്തേക്കും ചില ദിവസങ്ങൾ നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നായിരിക്കും വാങ്ങി കഴിക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഊബർ ഈറ്റ്സിൽ നിന്ന് വല്ല പെപ്പേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ KFCയിൽ നിന്നോ മെക്ഡിയിൽ നിന്നോ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത് ഓൺലൈനിൽ വാങ്ങി ഫുഡ് കഴിക്കുമായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയൊക്കെ. അപ്പോൾ എക്സ്ട്രാ ചിലവുകൾ വരും. അങ്ങനെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കറക്റ്റായിട്ട് ഈ ബാങ്ക് ഷിഫ്റ്റിനൊക്കെ പോയി ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ട്യൂഷൻ ഫീസ് ഇല്ലല്ലോ. പക്ഷേ എൻ്റെ കൂടുതൽ ഫ്രണ്ട്സിൽ നമുക്കിങ്ങനെ ഈ ലോണൊക്കെ എടുത്ത് വന്ന ആൾക്കാർക്ക് അതൊക്കെ തിരിച്ചടയ്ക്കണമല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനത്തെ കുറേ ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അതില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് മേജർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എന്തെങ്കിലും എക്സ്പെൻസ് കവർ ചെയ്യാനുണ്ടോ? റെൻറ്റ്. ഇവിടെ ഇപ്പം ഞാൻ താമസിക്കുന്ന വീട്ടിലെ റെൻ്റ് എന്ന് പറയുന്നത് 375 എക്സ്ക്ലൂഡിങ് ബിൽസാണ്. ഇൻക്ലൂഡിങ് ബിൽസ് വരുമ്പോൾ ഒരു 430 ഒക്കെ വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഇത്. പിന്നെ എന്താ, സേവിങ്സ് നമുക്ക് എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിക്കുവാണെങ്കിൽ ചില മാസങ്ങളിൽ നമുക്ക് സേവിങ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഈ ആനുവൽ ലീവിൻ്റെ സമയത്ത് 40 hours ആണല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ഷിഫ്റ്റിന് പോവുകയാണെങ്കിൽ ഒരു 100-150 pounds ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ എക്സ്പെൻസിൽ? പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്യുന്നു, വാങ്ങുന്നു, അങ്ങനെയൊക്കെ. പിന്നെ കുറച്ചൊക്കെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഈ പിന്നെ പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് ജോലിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ഞാനങ്ങനെ പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് മിക്കപ്പോഴും പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ഞാൻ കൂടുതലും നേരത്തെ ചെയ്ത് ആനുവൽ ലീവിനോ അങ്ങനെ വല്ലതും കവർ ചെയ്ത് ഓൾറെഡി സേവ് ചെയ്ത് വെക്കാനായിട്ടാണ് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് ഓൾറെഡി ഭയങ്കര കഷ്ടമാണ്. ഈ പ്ലേസ്മെൻറ്റിന് നമ്മൾ നല്ല പണിയെടുക്കുന്ന പോലെയാണ് നമ്മളവിടെ പോയി പണി ചെയ്യുന്നത്. അതും ഒരു പൈസ പോലും ഇല്ലാണ്ടാണല്ലോ നമ്മൾ പോയി പണി ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ നല്ലോണം മാക്സിമം യൂസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാനങ്ങനെ കൂടുതലും ജോലിക്ക് പോകാറില്ല പ്ലേസ്മെൻ്റ് ഉള്ള സമയത്ത്. അല്ലാത്ത സമയത്താണ് ഫുള്ള് ഞാൻ ജോലിക്ക് പോകുന്നത്. പിന്നെ നമുക്ക് ചില മാസങ്ങളിലൊക്കെ കുറച്ച് പൈസയൊക്കെ വീട്ടിലോട്ട് അയച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. എല്ലാം നമ്മുടെ ഒരു മനസ്സും നമ്മുടെ ഒരു രീതി അനുസരിച്ചാട്ടോ. പിന്നെ എന്താ,
ഇത്രയേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. അപ്പോഴത്തേക്ക് ഞാനത് മാക്സിമം കവർ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് എനിക്കിപ്പോൾ ഓർമ്മയുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ കാണാം വേറൊരു വീഡിയോ ആയിട്ട്. Please don't forget to subscribe, like, share, comment. Okay, bye.